ഒരു തുള്ളി പോലും പഞ്ചസാര ചേർക്കാതെ ഈ ഒരു ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കോഫി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കോഫിയുടെ കടുപ്പൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിനേക്കാളും കൂടുതൽ കടുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അളവും നമുക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴം ജ്യൂസ് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കോഫി ഉണ്ടല്ലോ അത് ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി ഭാഗത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് കുടിക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്നും വേണ്ട. ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരവും അതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ ആ ഒരു കോഫിയുടെ ഫ്ലേവറും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്